നമസ്കാരം, ഞാൻ മനു. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ ക്ലബ്സി ഓട്ടോമോട്ടീവിൽ ഇന്ന് പരിചയപ്പെടുത്തുന്ന വാഹനം എസ്പ്രസോ ആണ്. മാരുതിയുടെ 2021 മാനുഫാക്ചറിങ്, അതുപോലെ തന്നെ 21 ജൂലൈയിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ 37,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഗ്രേ കളറുള്ള നല്ലൊരു അടിപൊളി ചെറിയൊരു വാഹനം. ധാരാളം ആളുകൾ ചെറിയ സെഗ്മെൻറ്റിലെ വണ്ടികൾ, ചെറിയ സെഗ്മെൻറ്റ് ഉദ്ദേശിച്ച് ചെറിയ വണ്ടികൾ ചോദിച്ച് കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഏതായാലും ഈ ഒരു എസ്പ്രസോയുടെ ഫുൾ ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജൊക്കെ കിട്ടുന്ന, ഏകദേശം 20 കിലോമീറ്റർ അടുത്തൊക്കെ മൈലേജ് നമുക്ക് പെട്രോളിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു അടിപൊളി മാരുതിയുടെ വാഹനമാണ് ഈ ഒരു എസ്പ്രസോ എന്ന് പറയുന്നത്. റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റോ ഒന്നും സംഭവിക്കാത്ത നല്ലൊരു വാഹനം കൂടിയാണ്. ചെറിയൊരു സ്ക്രാച്ച് ഈ ഒരു വീലാർച്ചിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഈ ഒരു ക്വാർട്ടർ പാനലിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമുക്ക് കാണാം. ജസ്റ്റ് നമുക്കൊരു 3000 രൂപയുടെ ഒരു റേഞ്ചിലുള്ളൊരു വർക്ക് പെൻഡിങ് ഉണ്ട്. ബാക്കി ഓവറോൾ ബോഡിയൊക്കെ അത്യാവശ്യം നല്ല ക്ലീനാണ്. അതുപോലെ തന്നെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഡിക്കി നോക്കുകയാണെങ്കിൽ CB ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പുറകിലൊന്നും വേറെ കാര്യമായ പരിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്കതിൽ ബൂട്ട് ഓപ്പൺ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. അതിന് മുന്നേ ആയിട്ട് ഇതിൻ്റെ വേരിയൻറ്റ് ഓപ്ഷൻ വരുന്നത് VXA ആട്ടോ. ഇപ്പോൾ നമുക്കറിയാം മാരുതി വാഹനങ്ങളുടെ പുറകിലൊന്നും അതിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങളൊന്നും ഇപ്പം മെൻഷൻ ചെയ്യാറില്ല. VXA ആയതുകൊണ്ട് തന്നെ നമുക്ക് സെൻട്രൽ ലോക്കിങ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഒരു പുതിയൊരു വാഹനം എടുക്കുന്ന രീതിയിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നൊരു വാഹനമാണ്. കാരണം കുറഞ്ഞ പഴക്കേ വാഹനത്തിന് വരുന്നുള്ളൂ. അതുപോലെ തന്നെ പുറകിലൊന്നും യാതൊരു രീതിയിലുള്ള ആക്സിഡൻറ്റും ഇല്ല. എല്ലാ പഞ്ചിങ് മാർക്കും സംഭവങ്ങളും അതേപോലെ തന്നെയുണ്ട്. പിന്നെ ഡിക്കി ആണെന്നുണ്ടെങ്കിലും ഒറിജിനൽ ഡിക്കിയാണ്. പേസ്റ്റിംഗ് ഒക്കെ അതുപോലെ തന്നെയാണ്. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ സ്റ്റെപ്പിനൊക്കെ താഴെയാണ് വരുന്നത്. അൺയൂസ്ഡ് ആയിട്ടുള്ള സ്റ്റെപ്പിനി കേട്ടോ. സ്റ്റെപ്പിനി ഇറക്കിയിട്ടില്ല. കാരണം 37,000 കിലോമീറ്ററിൽ ഓടിയിട്ടുള്ളൂ. സ്റ്റെപ്പിനി ഇറക്കേണ്ട ഒരു ആവശ്യമൊന്നും വന്നിട്ടില്ല. ഇത് നമുക്ക് ഈ ഒരു ഭാഗങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിൽ ബോഡിക്കൊന്നും കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. ഒറിജിനൽ ഗ്ലാസ്സാണ്. ഇതും ഒറിജിനൽ ഗ്ലാസ്സാണ്. അതുപോലെ തന്നെ ഈ ഒരു ഡോറൊക്കെ ഒറിജിനൽ തന്നെയാണ് കേട്ടോ. ഡോറ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഒറിജിനൽ ഡോറാണ്. പേസ്റ്റിംഗ് ഒക്കെ അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറകിൽ നമുക്ക് സീറ്റൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി സീറ്റാണ്. യാതൊരു രീതിയിലുള്ള ഡാമേജസ് ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. ഫുൾ ഒരു ബ്ലാക്ക് കളറിലാണ് കേട്ടോ ഈ ഒരു എസ്പ്രസോയുടെ ഉൾഭാഗം വന്നിട്ടുള്ളത്. അത് തന്നെ കാണാൻ നല്ലൊരു അടിപൊളി നല്ലൊരു ലുക്കാണ്. ഈ ഒരു ഫ്രണ്ടിലെ ഡ്രൈവർ സൈഡ് ഡോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതും ഒറിജിനൽ ഡോറാണ്, റീപ്ലേസ്ഡ് അല്ല. ഒരു പുതിയ വണ്ടിയുടെ ആ ഒരു ഫിനിഷിങ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്ത് വരുന്നുണ്ട്. ഇത് മാരുതി തന്നെ ഇറങ്ങുന്ന സമയത്തിട്ട് ഒരു സ്റ്റിയറിംഗ് കവറാണ്. ഈ ഒരു സ്റ്റൈലിലാണ് മാരുതിക്കകത്ത് സ്റ്റിയറിംഗ് കവർ വരാറുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ബ്ലാക്ക്, ഫുള്ള് ബ്ലാക്കാണ്. എല്ലാ സ്ഥലത്തും ബ്ലാക്കാണ് ഇതിന് വന്നിട്ടുള്ളത്. സ്റ്റിയറിംഗ് കവർ ആണെങ്കിലും അതുപോലെ തന്നെ സീറ്റും ഡാഷ്ബോർഡും അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ടയർ കണ്ടില്ല, നമുക്ക് അത്യാവശ്യം നല്ല ത്രെഡ് ബാക്കിയുണ്ട്. നല്ല ടയറാണ്. ഈ ഒരു ടയർ നല്ല ടയറാണ്. 2025 മാനുഫാക്ചറിങ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ടയർ മാറ്റിയിട്ടുള്ളൂ. ഒരു 100% തന്നെ പറയാൻ പറ്റും. ഈ ടയറും ആ ടയറും ഒക്കെ പുതിയ ടയറാണ്. ഈ സൈഡത്തും നോക്കുകയാണെന്നുണ്ടെങ്കിൽ യെസ്, 4 ടയറും പുതിയ ടയറാണ്. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ഒന്നും മാറ്റേണ്ട യാതൊരു ആവശ്യമില്ല. 4 ടയറും പുതിയ ടയറാണ് വണ്ടിക്ക് മുകളിൽ കിടക്കുന്നത്. പിന്നെ ഈ ഒരു ഫ്രണ്ടത്തെ ഗ്ലാസ് നോക്കുകയാണെങ്കിൽ ഒറിജിനൽ ഗ്ലാസ്സാണ്. CB ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ രജിസ്ട്രേഷൻ 26/7/2021 കേട്ടോ. പിന്നെ നമുക്ക് ഈ സൈഡ് വശങ്ങളിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒറിജിനൽ ഗ്ലാസ്സാണ്. അതുപോലെ തന്നെ ഈ ഒരു ഡോറ് നോക്കാം, ഇതും ഒറിജിനൽ ഡോറാണ്, റീപ്ലേസ്ഡ് അല്ല. പുറകത്തെ ഡോറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതും ഒറിജിനലാണ്, റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. ഡാഷ്ബോർഡൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഞാൻ ഇൻറ്റീരിയറിലൊക്കെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. കമ്പനി സ്റ്റീരിയോ വന്നിട്ടുണ്ട്. ഇത് മാനുവലാണ് വണ്ടി, പെട്രോൾ മാനുവലാണ്. അതുപോലെ തന്നെ പവർ വിൻഡോയുടെ സ്വിച്ചസ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുള്ളത്. കമ്പനി സ്റ്റീരിയോ ഉണ്ട്, എയർ ബാഗ് വന്നിട്ടുണ്ട്. അതായത് മാനുവലായിട്ടുള്ള AC ആണ്. ബോണറ്റും കൂടി തുറന്നിട്ട് ഞാൻ ബോണറ്റിൻ്റെ റീപ്ലേസ്മെൻ്റ് ആണോ ആക്സിഡൻറ്റ് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതും കൂടി ഏതായാലും പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. നല്ല അടിപൊളി എൻജിൻ റൂം. കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ കുറവുണ്ട്. യാതൊരു രീതിയിലുള്ള ആക്സിഡൻറ്റും സംഭവിച്ചിട്ടില്ല കേട്ടോ അതിൻ്റെ ഉള്ളിലൊന്നും. ബോണറ്റും ഒറിജിനലാണ്, റീപ്ലേസ്ഡ് അല്ല. അപ്പോൾ ഓവറോൾ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ക്വാളിറ്റി കിടക്കുന്നൊരു വാഹനമായിട്ടത്. 2021 സിംഗിൾ ഓണർ, 37,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള VXAയിൽ വന്നിട്ടുള്ള എസ്പ്രസോ ആണ്. KL 77 ആണ്. ടയർ ഭാഗങ്ങളൊക്കെ പുതിയ ടയേഴ്സാണ് വാഹനത്തിൻ്റെ മുകളിലുള്ളത്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് ഞങ്ങൾ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 3,60,000 ആണ്.
ചെറിയ രീതിയിലൊരു നെഗോസിയേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങളുടെ ഷോറൂം വരുന്നത് കോഴിക്കോട് ജില്ലയിൽ മെഡിക്കൽ കോളേജിനടുത്ത് മീഡിയ വൺ ചാനലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്താലും കിട്ടും. ലൊക്കേഷനൊക്കെ വേണ്ടവർക്ക് ക്ലബ്സി ഓട്ടോമോട്ടീവ് കാലിക്കറ്റ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഞങ്ങളെ ബന്ധപ്പെടാൻ നമ്പർ അതിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. കൂടുതൽ ഫോട്ടോസോ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ കിലോമീറ്ററൊക്കെ 100% ജെനുവിനാണ്. ഹിസ്റ്ററിയൊക്കെ ഉള്ള വാഹനമാണ്. എല്ലാ വാഹനങ്ങളും ചെക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ വാഹനങ്ങൾ പർച്ചേസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിലൊക്കെ 100% ഗ്യാരണ്ടി ഞങ്ങൾ തരുന്നുണ്ട്. പിന്നെ റേറ്റ് 360. ചെറിയ രീതിയിലൊരു നെഗോസിയേഷൻ ഉണ്ടാവും. ഫോണിലൂടെയുള്ള നെഗോസിയേഷൻസ് മാക്സിമം കുറയ്ക്കാനാണ് ഞങ്ങൾ ശ്രമിക്കാറുള്ളത്. താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും നേരിട്ട് വരാം, വന്നിട്ട് വണ്ടി ചെക്ക് ചെയ്യാം. എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുപോയി ചെക്ക് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് മാരുതിയിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം, അല്ലാതെ ലോക്കൽ വർക്ക്ഷോപ്പുകളിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നിങ്ങൾ 100% സാറ്റിസ്ഫൈഡ് ആയതിനു ശേഷം മാത്രം വാഹനം പർച്ചേസ് ചെയ്താൽ മതി. ലോൺ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 lakh വരെയൊക്കെ ഫണ്ടിങ് ലോൺ ആക്കിയിട്ടും ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. കാരണം ആക്സിസ് ബാങ്ക്, ICC ഇവരെല്ലാം നമുക്ക് ഒരു 90%, 95% ഒക്കെ നമുക്ക് ലോൺ ആക്കിയിട്ടും ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യവും നമ്മളെടുത്തുണ്ട്. നല്ല ട്രാക്കുള്ള കസ്റ്റമറാണ്. അതായത് ലോൺ സിബിൽ സ്കോറൊക്കെ അത്യാവശ്യം വേണം. ലോൺ കാര്യങ്ങളൊന്നും ഓവർ ഡ്യൂ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ നമുക്ക് ലോണും കിട്ടുള്ളൂ. അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ ഞങ്ങളുടെ ക്ലബ്സി ഓട്ടോമോട്ടീവ് എന്ന് പറയുന്ന ഈ ഒരു ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റായിട്ടും രേഖപ്പെടുത്തുക. നമുക്ക് ഏതായാലും പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെ ഇറ്റ്സ് മീ മനു. ബൈ.